കാലി ചായക്ക് കാലത്ത് ഞമ്മള് കേറി വരുന്നൊരു കടയുങ്ങുങ്ങള് നെയ്യൻ മജീദിന്റെ കടയിൽ കേറി കുടിച്ചോളി പടച്ചോനാണേ പള്ള നിറച്ചും കഴിച്ചോളി. ചായക്കടക്കാരൻ നമ്മളെ മജീദ് ഇതാണോ മജീക്ക? നമസ്കാരം മജീക്ക. നമസ്കാരം. എങ്ങനെ ഇവിടെ വൻ തിരക്കാണല്ലോ ഇലക്ഷന്? ഇലക്ഷൻ എന്നല്ല, ഇവിടെ പൊതുവെ ചായക്ക് വീടുന്ന ആളുകള് പതിവില് വീട് സാധാരണക്കാരെല്ലാരും കൊത്തുകൂടുന്ന സ്ഥലമാണ് ഇവിടെ. ആണല്ലേ? അല്ല, എന്താ സ്ഥിതി ഇവിടെ? എല്ലാരും വലിയ ആവേശത്തിലാണല്ലോ. ആവേശം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഇവിടെ ഈ ഒച്ചപ്പാടും ബഹളും നിങ്ങൾ നോക്കേണ്ട കാര്യമാക്കണ്ട. ഇവിടെ എല്ലാവരും നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ തന്നെ പ്രവർത്തിക്കണേ. രാവിലെ വരുമ്പോൾ വൈകുന്നേരം രാവിലേക്ക് ചൂടേറിയ രാഷ്ട്രീയം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ വേൾഡ് കപ്പ്, ഇങ്ങനെ ജനകീയമായിട്ട് ആളുകൾ പങ്കെടുക്കുന്ന എല്ലാ വിഷയങ്ങളിലും എന്തും പറയാൻ പറ്റും. ചായപ്പീട അനാവശ്യം എന്തും പറയാം ഇവിടെ. തള്ളു ചായപ്പീട തള്ളുകട അല്ല മജീക്ക. കായപ്പം ഇവിടുത്തെ ഫേവറേറ്റ് സാധനം കേട്ടോ. കായപ്പം തേങ്ങന്റെ വില വർദ്ധന. ഞാൻ ചോദിക്കുന്നേ, ഇപ്പൊ ഇലക്ഷനിൽ ജയിച്ചു വരുന്ന ആൾക്കാരോട് മജീക്കൊക്കെ എന്താ പറയാനുള്ളത്? നാടിന്റെ സമഗ്ര വികസനം, അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രാമുഖ്യം. 5 വർഷത്തേക്കാണ് ഇവർ പോകുന്നതെന്നുള്ളത് ജനങ്ങളും മനസ്സിലാക്കണം, ഇവരും മത്സരിക്കുന്നവരും മനസ്സിലാക്കണം. താൽക്കാലിക ആവേശത്തിന്റെ പുറത്ത് ഇപ്പൊ ഈ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇത് കഴിഞ്ഞാൽ ആവേശം കൊടും. ഈ പരസ്പരം ഇത് കഴിഞ്ഞിട്ട് 5 വർഷത്തേക്കാണ് എന്നെ തെരഞ്ഞെടുത്തത് എന്നുള്ളതും ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ തെരഞ്ഞെടുത്തതെന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്ക് വേണം. അല്ലാതെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ആവരുത് പ്രവർത്തനം എന്നുള്ളതാണ് പറയുള്ളത്. കാരണം സമഗ്ര അടിസ്ഥാന സൗകര്യങ്ങൾക്ക് മുൻഗണന നൽകണം ഇവര്. കാരണം സാധാരണക്കാരന്റെ ഏതാണ്ട് സർക്കാരുകൾ ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ റോഡുകള്, കുടിവെള്ളം, അങ്ങനത്തെ അവശ്യ സർവീസുകൾക്ക് മുൻഗണന നൽകിയിട്ട് സാധാരണക്കാരന് പ്രയോറിറ്റി നൽകിയിട്ട് പ്രവർത്തിക്കണം എന്ന് എനിക്ക് പറയാനുള്ളവരോട്. ഓക്കെ, അപ്പൊ സാധാരണക്കാരന് പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു ഭരണം എല്ലാവരും കാഴ്ചവെക്കണം എന്നാണ് മജീഖാന്റെ അഭിപ്രായം. നമ്മൾ വോട്ടർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് ഇവിടെ മലപ്പുറത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക്.